സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കുന്നത്. ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോപിക അരവിന്ദ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപിക, ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ജീന, തിരുവനന്തപുരത്തിന്റെ ഓണാഘോഷത്തിന് ഇന്നാണ് യഥാർത്ഥത്തിൽ സമാപനം. മലയാളിയുടെ ഓണം തീർന്നുപോയെങ്കിലും തിരുവനന്തപുരത്തിന്റെ ഓണത്തിന് സമാപനം ഇന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തിരുവനന്തപുരം ഉത്സവലഹരിയിലായിരുന്നു. ഇന്ന് വൈകിട്ടത്തെ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപനം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. ഇവിടെ വൈകുന്നേരം ഘോഷയാത്രയ്ക്ക് അണിനിരക്കുന്ന പ്ലോട്ടുകളുടെ അവസാനഘട്ട മിനുക്കുപണികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60-ലധികം പ്ലോട്ടുകൾ ഇവിടെ തന്നെ പണി നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സാംസ്കാരിക തനിമ വിളിച്ചോടുന്ന 59-ലധികം പ്ലോട്ടുകൾ ഇന്ന് നമ്മുടെ ഘോഷയാത്രയിൽ അണിനിരക്കും. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഗവർണർ മാനവീയം വീതിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങുന്നത്. കവടിയാർ മുതൽ കിഴക്കേ കോട്ട വരെ ഇന്ന് വർണ്ണാഭമായ ഈ ഘോഷയാത്ര നീണ്ടു നിൽക്കും. പബ്ലിക് ലൈബ്രറി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, മ്യൂസിയത്തിന്റെ മുൻപിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഘോഷയാത്ര സുഗമമായി വീക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 1000-ലധികം പോലീസുകാരെയാണ് സർക്കാർ ഇതിനായി നിയമിച്ചിട്ടുള്ളത്. സുരക്ഷ, അതുപോലെ തന്നെ കാണികൾക്ക് ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ വീക്ഷിക്കാനായുള്ള സജ്ജീകരണങ്ങളെല്ലാം നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇത് വീക്ഷിക്കാനായി ഉച്ചയ്ക്ക് ശേഷം അവധിയാണ്. ഔദ്യോഗിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്ന് അവധിയാണ്. പ്ലോട്ടുകൾ കൂടാതെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആഫ്രിക്കൻ ബാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സാംസ്കാരിക കലാരൂപങ്ങളും ഇന്ന് ഘോഷയാത്രയിൽ അണിനിരക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസാനഘട്ട മിനുക്കുപണികളിലാണ്. എല്ലാവരും തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം ഈ ഘോഷയാത്രയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഓണം വാരാഘോഷത്തിന്റെ പ്രധാന ഒരു ആകർഷണം തന്നെ. ഈ ഇത്തരത്തിലുള്ള ഈ ആകർഷണത്തിലൂടെ തന്നെ കാഴ്ചക്കാരെ ഉത്സവലഹരിയിൽ ആറാടിക്കുകയാണ് തിരുവനന്തപുരം നഗരി. ഇന്ന് വൈകിട്ടത്തെ ഈ ആകർഷകമായ ഈ ഘോഷയാത്രയോട് കൂടിയാണ് ഈ ഓണം വാരാഘോഷം സമാപിക്കുന്നത്. ജീന, ശരി. ഗോപിക അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.